അതുപോലെ തന്നെ കണ്ണിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുമ്പോൾ കണ്ണ് എന്താണെന്ന്, അല്ലെങ്കിൽ ആത്മാവിൻ്റെ പ്രധാന ഒരു വാതിലാണ്, ഏറ്റവും പ്രധാനപ്പെട്ട വാതിലാണ് കണ്ണ്. അപ്പോൾ നമുക്കറിയാം, ഒരു വീടിൻ്റെ പ്രധാന വാതിൽ തുറന്നിട്ട് കഴിഞ്ഞാൽ ആ വീട്ടിലേക്ക് നന്മയും തിന്മയും, അല്ലെ കള്ളനോ ബന്ധുവോ ആർക്ക് വേണേലും എപ്പോൾ വേണേലും പെട്ടെന്ന് കയറി വരാം. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഉള്ളവരും ആവശ്യമില്ലാത്തവരും കയറി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീടിൻ്റെ വാതിൽ എപ്പോഴും അടച്ചിടുന്നത്. ആവശ്യമുള്ളവരെ നമ്മൾ അകത്തേക്ക് ക്ഷണിക്കും, അല്ലാത്തവരെ നമ്മൾ പുറത്ത് നിർത്തും. എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് കണ്ണുകളെ കർശനമായി നിയന്ത്രിക്കുക എന്ന് പറയുമ്പോൾ അനാവശ്യമായ അല്ലെങ്കിൽ എല്ലാ തരത്തിലുമുള്ള കാഴ്ചകളിൽ നിന്നും നമ്മൾ മാറി നിൽക്കുക, നമുക്ക് ആവശ്യമുള്ള കാഴ്ചകൾ മാത്രം കാണുക. അതാണ് കണ്ണുകളെ നിയന്ത്രിക്കുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഈ വേറൊരു ഉദാഹരണം പറഞ്ഞാൽ, ഈ കണ്ണ് എന്ന് പറയുന്നത് ഒരു വാട്ടർ ടാങ്ക്. ഈ ഒരു വാട്ടർ ടാങ്കിൻ്റെ പ്രധാന വാൽവ് തുറന്നിട്ടിട്ട് അതിൻ്റെ അകത്ത് എന്തുമാത്രം വെള്ളം നമ്മൾ പമ്പ് ചെയ്താലും അതിൽ വെള്ളം നിറയുകയില്ല. കാരണം ആ വെള്ളം അടിക്കുന്ന അതേ വെള്ളം ആ മെയിൻ വാൽവിൽ കൂടെ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെയാണ് കണ്ണുകളെ നിയന്ത്രിക്കാത്തവൻ എത്ര പ്രാർത്ഥിച്ചാലും ഒരിക്കലും അവൻ ആത്മീയമായിട്ട് വളരുകയോ നിറയുകയോ ചെയ്യുകയില്ല. അത് 1 മണിക്കൂർ നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ പ്രാർത്ഥനയുടെ ഫലം ആ 1 മണിക്കൂർ കൊണ്ട് തന്നെ ഇറങ്ങിപ്പോവും, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഫലം നമ്മളിൽ നിന്ന് നഷ്ടപ്പെടും. അതുകൊണ്ടുകൂടിയാണ് പറയുന്നത്, കർശനമായിട്ട് കണ്ണുകളെ നിയന്ത്രിക്കുന്നവൻ അവൻ 1 മണിക്കൂർ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് 10 മണിക്കൂറിൻ്റെ ഫലം ചെയ്യുമെന്ന് പറയും. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും നാളും പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ആത്മീയമായിട്ട് വളരാത്തത്. അതുകൊണ്ട് ഞാൻ വീണ്ടും ഈ ഒരു വീഡിയോയിൽ കണ്ണുകളെക്കുറിച്ച് പറയുന്നതിൻ്റെ കാരണം ഇതാണ്. ആത്മീയ ജീവിതത്തിൻ്റെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒരു ആത്മീയമായിട്ടുള്ള ഒരു നിയമം, ഒരു ആത്മീയ നിയമമാണ് കണ്ണുകളെ നിയന്ത്രിക്കുക എന്നുള്ളത്. എങ്കിൽ മാത്രമേ നമുക്ക് വിശുദ്ധിയിൽ ജീവിക്കാൻ പറ്റുകയുള്ളൂ. ഈശോ ആഗ്രഹിക്കുന്ന രീതിയിൽ വിശുദ്ധിയിൽ ജീവിക്കണമെങ്കിൽ നമ്മൾ കർശനമായി കണ്ണുകളെ നിയന്ത്രിച്ചേ പറ്റത്തുള്ളൂ. അല്ലാത്തവർക്ക് ഈശോ പറയുന്ന രീതിയിലുള്ള ഒന്നും വിശുദ്ധിയിൽ ജീവിക്കാൻ പറ്റുകയില്ല. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് വിശുദ്ധരെല്ലാവരും അവരുടെ കണ്ണുകളെ വളരെ കർശനമായി നിയന്ത്രിച്ചിരുന്നതായി അവരുടെ ജീവചരിത്രങ്ങളിൽ നിന്ന് നമുക്ക് അറിയാൻ പറ്റും. കണ്ണുകളെ നിയന്ത്രിക്കാത്ത ആരും വിശുദ്ധരായിട്ടില്ല. ആരൊക്കെ വിശുദ്ധരായിട്ടുണ്ടോ അവരെല്ലാവരും കർശനമായി കണ്ണുകളെ നിയന്ത്രിച്ചിട്ടുള്ളവരാണ്. ഇതുതന്നെയാണ് നമുക്കും വിശുദ്ധരാകണമെങ്കിൽ, വിശുദ്ധി ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മളും കണ്ണുകളെ അതികർശനമായി നിയന്ത്രിക്കണം. അല്ലാതെ ആർക്കും ആത്മീയമായിട്ട് വളരാനോ ഈശോ ആഗ്രഹിക്കുന്ന ഒരു ആത്മീയ ജീവിതം നയിക്കാനോ സാധിക്കുകയില്ല.